നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം കാണാനായിട്ട് തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയുടെ IPO വിശേഷമാണ്. അത് സൂപ്പർ പ്രീമിയം ലക്ഷറി ഫർണിച്ചറുകളുടെ നിർമ്മാതാക്കളാണ് ഇന്ത്യയിൽ. ഇവരുടെ ഇഷ്യൂ ഓപ്പൺ ആവുന്നത് ജൂൺ 21 തീയതിയാണ്. 21 മുതൽ 25 വരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു IPO ആണിത്. 537.02 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്നും ടോട്ടലായിട്ട് റേസ് ചെയ്യുന്നത്. അതിൽ 200 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴിയാണ്. എന്തായാലും നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൂപ്പർ പ്രീമിയം ലക്ഷറി ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഇത് 2007 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. ഇവരുടെ ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഫർണിച്ചറുകളിൽ തന്നെ ഹോം സൊല്യൂഷൻസ് ആണ്. അതായത് സോഫകൾ, ആം ചെയർസ്, കിച്ചൺ ക്യാബിനറ്റ്സ്, ബെഡ്, മാട്രസസ്, പില്ലോകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് കമ്പനി ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ 9ഓളം സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 25ഓളം നഗരങ്ങളിൽ, അതിൽ മെട്രോ സിറ്റീസ് ഉണ്ട്. അതായത് ബാംഗ്ലൂർ, ചെന്നൈ, ന്യൂഡൽഹി, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള മെട്രോ സിറ്റീസ് അടക്കം 62 സ്റ്റോറുകളാണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. അതിൽ ഭൂരിഭാഗവും സ്വന്തമായിട്ട് നടത്തുന്നതാണ്. അതുകൂടാതെ അതോടൊപ്പം തന്നെ ഫ്രാഞ്ചൈസി ഓൺഡ്, ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഷോറൂമുകളും കമ്പനിക്കുണ്ട്. സ്റ്റാൻലി ലൈഫ് സ്റ്റൈലിൻ്റെ പ്രൊമോട്ടേഴ്സ് സുനിൽ സുരേഷും ശുഭ സുനിലുമാണ്. അവരെയാണ് ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 67.36% ഓഹരികളാണുള്ളത്. ടോട്ടൽ ഇഷ്യൂ സൈസായിട്ടുള്ള 537.02 കോടി രൂപയിൽ 337.02 കോടി രൂപ ഓഫർ ഫോർ സെയിൽ വഴിയാണ് ലഭിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള സുനിൽ സുരേഷും ശുഭ സുനിലും വിൽക്കുന്നുണ്ട് കുറച്ച് ഓഹരികൾ. അവർ ഓരോരുത്തരും 11.82 ലക്ഷം ഓഹരികൾ വീതമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അത് അവരുടെ കൈവശമുള്ള ഓഹരികളുടെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇപ്പോഴത്തെ മറ്റ് ഇൻവെസ്റ്റേഴ്സിൽ ഒമാൻ ഇന്ത്യ ജോയിൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫണ്ട് 55 ലക്ഷം ഓഹരികൾ ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അതുകൂടാതെ കിരൺ ഭാനു ഉപ്പല്ലപതി അവരൊരു 10 ലക്ഷം ഓഹരികൾ വിറ്റഴിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ശ്രീദേവി വെങ്കിട്ട ഉപ്പലപതി 2.25 ലക്ഷം ഓഹരികളും വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു 337.02 കോടി രൂപയ്ക്കുള്ള ഓഹരികളാകുന്നത്. ഇത് അപ്പർ ബാൻഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇഷ്യൂവിൻ്റെ മറ്റ് കീ ഫാക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ EPS 6.78 ആണ്. P റേഷ്യോ 54.43, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 15.18% ആണ്. NAV 41.96 പെർ ഷെയറും. ഇനി നമുക്ക് ഇതിൻ്റെ പിയർ കമ്പനികൾ പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ ലിസ്റ്റഡായിട്ട് പിയർ കമ്പനികൾ കാണുന്നില്ല. ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ, ICICI സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽസ്, SBI ക്യാപിറ്റൽ, പിന്നെ രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇഷ്യൂ നടത്തുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 90.13 കോടി രൂപ പുതിയ സ്റ്റോറുകളുടെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ പുതിയ ബ്രാൻഡുകൾ സ്റ്റാൻലി ലെവൽ നെക്സ്റ്റ്, സ്റ്റാൻലി ബ്യൂട്ടിക്, അതുപോലെ തന്നെ സോഫാസ് ആൻഡ് മോർ ബൈ സ്റ്റാൻലി എന്നിങ്ങനെയൊക്കെയുള്ള സ്റ്റൈലിഷ് പേരുകളൊക്കെ ഇട്ടിട്ട് പുതിയ ബ്രാൻഡ് സ്റ്റോറുകൾ വരുന്നു. അതിന് വേണ്ടിയിട്ട് അത്രയും എമൗണ്ടുകൾ ചിലവാക്കും. ബാക്കി ഒരു 39.99 കോടി രൂപ ആങ്കർ സ്റ്റോറിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്, ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്ന് പറയുന്നു. കൂടാതെ ഒരു 10.04 കോടി രൂപ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഷോറൂമുകളിൽ പലതിൻ്റെയും റെനോവേഷന് വേണ്ടിയിട്ട്, പുതുക്കി പണിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന് പറയുന്നു. പിന്നെയുള്ള ഒരു 8.19 കോടി രൂപ അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള SOSLൻ്റെയും പിന്നെ പേരൻറ്റ് കമ്പനിയുടെയും ആവശ്യത്തിലേക്ക് ചില മെഷീനറികളും മറ്റ് എക്യുപ്മെൻസും എല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള തുക അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കുന്നതാണ്. ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 2021 ആ കോവിഡ് കാലഘട്ടത്തിൽ കഴിഞ്ഞാൽ
പിന്നീട് ക്രമമായിട്ട് കമ്പനി വളർച്ച പ്രാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. 2021 ഒരു തളർച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. റവന്യൂ 2021 201.71 കോടി രൂപയായിരുന്നത് അടുത്ത വർഷമായപ്പോൾ 297.76 കോടി രൂപയായിട്ട്, 2023 425.62 കോടി രൂപയായിട്ടും, പിന്നെ ഈ 2024 ആദ്യത്തെ മൂന്ന് ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 322.29 കോടി രൂപയായിട്ടും റവന്യൂ കാണുന്നുണ്ട്. നെറ്റ് ഇൻകം ആണെങ്കിൽ 2021 വെറും 1.92 കോടി രൂപ മാത്രമാണ് അറ്റാദായം. അടുത്ത വർഷം 23.22 അത് വർദ്ധിച്ചിട്ടുണ്ട്. 2023 34.98 കോടി രൂപയായിട്ട് വീണ്ടും വർദ്ധിച്ചു. ഇപ്പോൾ ഈ 3 ക്വാർട്ടറിലെ മാത്രം നോക്കുകയാണെങ്കിൽ 18.7 കോടി രൂപയാണ് ഇതിൻ്റെ വളർച്ച. അതായത് 2022 നിന്ന് 2023 ഉള്ള മാറ്റം നോക്കുകയാണെങ്കിൽ റവന്യൂയുടെ കാര്യത്തിൽ 42.94%, അറ്റാദായത്തിൻ്റെ കാര്യത്തിൽ 50.64% കമ്പനി വളർച്ച നേടിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഡേറ്റുകൾ വരുന്നത് ജൂൺ 21 മുതൽ 25 വരെയാണ്. പ്രൈസ് ബാൻഡ് 351 രൂപ മുതൽ 369 രൂപ വരെയാണ്. 200 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികളെന്ന് നമ്മൾ പറഞ്ഞു. 337.02 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. അങ്ങനെ വരുമ്പോഴാണ് ടോട്ടൽ 537.02 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ സൈസ് ആവുന്നത്. ഇതിൽ 40 ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യേണ്ട മിനിമം ലോട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനാണെങ്കിൽ 14 ലോട്ട് മുതൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ 2 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. റീറ്റെയിലേഴ്സിന് 35% കൊടുക്കുന്നുണ്ട്, 15% HNIസിനും, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊടുക്കുന്നത്. ഇത് 26 തീയതി ജൂൺ 26 മിക്കവാറും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത്. 28 തീയതി ആയിരിക്കും, ജൂൺ 28 ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഇത് അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് വരുമ്പോൾ ഇഷ്യൂ കഴിയുമ്പോൾ 2103.94 കോടി രൂപയ്ക്കുള്ളതായിരിക്കും അപ്പർ ബാൻഡ് വെച്ച് കണക്കാക്കുമ്പോൾ. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇത് വളരെ 5.61% മാർക്കറ്റ് ഷെയർ ഇന്ത്യയിൽ ടോട്ടൽ റവന്യൂവിൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രീമിയം ബ്രാൻഡ് ഫർണിച്ചർ നിർമ്മാതാക്കളാണ് ഈ കമ്പനി. വളരെ അധികം ഫ്യൂച്ചറുള്ളൊരു കമ്പനി തന്നെയാണ്. എങ്കിൽ പോലും വളരെ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ക്യാഷ് സർപ്ലസ് ഉള്ള ഇൻവെസ്റ്റേഴ്സ് ലോങ് ടേം ബേസിലേക്ക് വേണമെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാതെ ഷോർട്ട് ടേംകാർ ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. അപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാനായിട്ട് ആരും മടിക്കേണ്ടതില്ല. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എന്തായാലും പുതിയ ഒരു IPO വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.